കലോത്സവങ്ങളായാലും ഉത്സവങ്ങളായാലും ഇനി പെരിങ്കളിയാട്ടങ്ങളായാലും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന മധുരകരമായ ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദത്തിന് ഉടമയാണ് പ്രത്യേകിച്ച് യാതൊരു മുഖവരുടെയും ആവശ്യമില്ലാത്ത വ്യക്തിത്വം ശ്രീ കരിവള്ളൂർ രാജൻ. ചേട്ടാ, ഒരുപാട് സന്തോഷം. എനിക്കൊന്ന് പല കലോത്സവങ്ങളും ഇങ്ങനെ നേരിട്ട് കാണാനും നമുക്കിതുപോലെ സംസാരിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഭംഗിയായി പോകുന്നുണ്ട്. തുലാപ്പത്തോടുകൂടി ഉത്തര കേരളം തെയ്യച്ചിലമ്പൊച്ചയാൽ മുഖരിതമായി കഴിഞ്ഞു. സ്റ്റുഡിയോ പൂർവാധികം തിരക്കിലേക്ക് പോവുകയാണ്. അതിനിടയിൽ കൗമാരകലകൾ നിറമേളനം ചാർത്തുന്ന വേദികളിലെത്തുക എന്നുള്ളത് ഒരു കലാകാരൻ, ശബ്ദകലാകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ ധർമ്മമാണ്. അതുകൊണ്ട് ഇവിടെയും എത്തി. അല്ല, മാത്രമല്ല ഒരു ശബ്ദകല കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് നമ്മളെ ഒരു കലാകാരനെ സംബന്ധിച്ച് കിട്ടുന്ന വലിയൊരു മഹാഭാഗ്യം തന്നെ. കാരണം ആ മേഖലയിൽ കൈവച്ച ആളുകൾ വളരെ കുറവാണ്. അല്ലെങ്കിൽ ആ മേഖലയ്ക്ക് ഒരു പുതിയൊരു മാനം കണ്ടെത്തിയ വ്യക്തി കൂടിയാണ്. അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് മേഖലയ്ക്ക് ഒരു പുതിയ തലം കണ്ടെത്തിയ ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു തലത്തിലേക്ക് വരികയും ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു അനൗൺസ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞ് പുതുതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന ഒരാൾക്ക് രാജാട്ടൻ അനുകരിക്കാതെ വയ്യ എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ കാര്യങ്ങൾ തീരുന്നുണ്ട്. ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ ശബ്ദമെന്ന് പറയുന്നത് ബ്രഹ്മമാണ്. ഭൂമിയിൽ പ്ലാസ്റ്റിക് എന്നതുപോലെ ഈ അന്തരീക്ഷത്തിൽ നാശമില്ലാതെ നിറഞ്ഞു നിൽക്കുന്നതാണ് ശബ്ദം. ഈ ശബ്ദത്തിനുള്ള പ്രാധാന്യം, ശബ്ദമില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് സങ്കല്പിക്കുവാൻ പോലും നമുക്ക് കഴിയില്ല. ശബ്ദമില്ലാത്തൊരു ലോകത്ത്. അപ്പോൾ ഈ ശബ്ദം യഥാവിധി നമ്മൾ ഇപ്പോൾ വിദ്യാഭ്യാസം എന്നത് അറിവ് നിർമ്മിക്കുന്ന പ്രക്രിയയുടെ പേരാണ്. പക്ഷെ നിർമ്മിച്ചെടുത്ത അറിവ് ഏത് പ്രകാരമാണോ വിനിയോഗിക്കുന്നത് അതിൻ്റെ പൂർണ്ണതലം, വിദ്യാഭ്യാസത്തിൻ്റെ പൂർണ്ണതലത്തിൽ എത്തുന്നത് ഈ വിനിയോഗിക്കലിലൂടെയാണ്. അതുപോലെ ശബ്ദം പല രൂപത്തിൽ, ഇപ്പോൾ ഒരുപാട് പേര് ശബ്ദം കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, നമ്മളറിയുന്നില്ല. നാടക കലാകാരന് പ്രധാന ശബ്ദമാണ്, സിനിമ നടന് ശബ്ദം പ്രധാനമാണ്. അതുപോലെ അനൗൺസ്മെൻറ്റും ഒരു ശബ്ദത്തിലൂടെ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റിയൊരു കലയാണെന്ന് എനിക്ക് മുമ്പേ നടന്നുപോയവർ എൻ്റെ മുമ്പിൽ വരച്ചു കാട്ടിയാണ്. ഈ പറഞ്ഞ മൂന്നിലും ശബ്ദവും ഒപ്പം അതിൻ്റെ മോഡുലേഷൻ കൂടി ഒരുപാട് പ്രാധാന്യമുണ്ട്. ഉണ്ട്. തീർച്ചയായിട്ടും ശബ്ദം ഏത് രൂപത്തിൽ, ഇപ്പോൾ മുച്ചിലോട്ട് ഭഗവതിയാണ് ഇവിടെ ഉറഞ്ഞതുള്ളുന്നതെന്ന് പറഞ്ഞാൽ ആയിരിക്കും. ഷബീഷ്ടവരദായിനിയും അന്നപൂർണേശ്വരിയുമായ ജഗദംബികയുടെ നടന സവിശേഷത ഇതാ നമ്മുടെ കണ്ണിന് അമൃതധാരയായി എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കാൻ അപ്പോൾ അതിനെ യഥാവിധി വിനിയോഗിച്ചതാണ് എനിക്ക് തോന്നുന്നത് എന്നെ ഇങ്ങനൊരു തലത്തിലേക്ക് ഉയർത്താൻ കാരണം. തീർച്ചയായിട്ടും ഈ ശബ്ദം, അതാണ് നമ്മൾ രാജാട്ടനെ പറയുമ്പോൾ നമ്മുടെ ശബ്ദമാണല്ലോ നമുക്ക് എപ്പോഴും രാജാട്ടനായിട്ട് ഒരു ബന്ധിപ്പിക്കുന്ന സംഭവം. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കലോത്സവ വേദി പറയുമ്പോൾ മിമിക്രി എന്ന് പറഞ്ഞത് ഒരു ശബ്ദകലയാണ്. രാജാട്ടൻ ശ്രദ്ധിച്ചോ എന്നറിയാം. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മിമിക്രി ഇതിൽ പണ്ടൊക്കെ നമ്മളിപ്പം ഭൂമി ചുട്ടുപൊള്ളുന്ന ഓളമായിരുന്നു, അതിൽ നിന്ന് ഒരു മനുഷ്യനുണ്ടായി, ഇങ്ങനെ പറഞ്ഞു പോകുന്ന മിമിക്രി തലം ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ മാറി വേറൊരു തലത്തിലേക്ക് മിമിക്രി എന്ന് പറഞ്ഞ കലാരൂപം എത്തിയിട്ടുണ്ട്. ഒപ്പം പല വേദികളിൽ കരിവള്ളൂർ രാജൻ എന്ന് പറഞ്ഞിട്ട് മിമിക്രി മത്സര വേദികളിൽ പോലും രാജാട്ടൻ എത്തിയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും ഞാൻ നേരിട്ട് കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. ഈ മിമിക്രി എന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു കാലത്ത് ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ അന്തരീക്ഷത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് പക്ഷികളുടെ, പറവകളുടെ അല്ലെങ്കിൽ സൂര്യോദയത്തെയൊക്കെ കാണിക്കുന്ന രൂപത്തിലായിരുന്നു. പിന്നീട് അത് ഏത് കലയിലും പരിണാമങ്ങളുണ്ടാവും. അതുപോലെ മിമിക്രിയിൽ വന്ന പരിണാമങ്ങൾ താരങ്ങളിലേക്കും രാഷ്ട്രീയ നേതാക്കന്മാരിലേക്കും പിന്നീട് ഈ ലോകത്തുള്ള സകലതിലേക്കും മിമിക്രി കയറി വന്ന ആ മിമിക്രിയിലൂടെ സിനിമയിലും മറ്റ് മേഖലകളിലും എത്തി അവരുടെ സർഗശേഷി പ്രകടിപ്പിക്കുന്ന ഒട്ടേറെ കലാകാരന്മാർ ഇവിടെയുണ്ട്. ഞാനൊരു കേരളോത്സവ വേദിയിലേക്ക് നടന്നു പോകുമ്പോൾ അടുത്ത് ഒരു സ്റ്റേജിൽ ഒരു പരിപാടി കാണാം. ഇനി ഞാൻ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കെല്ലാം കേട്ടു പരിചിതമായൊരു ശബ്ദമാണ്. ഏത് ക്ഷേത്രോത്സവത്തിലും മുഴങ്ങുന്നൊരു ശബ്ദമാണ് ഞാൻ അനുകരിക്കുന്നത്. അത് മറ്റാരുമല്ല, കരിവള്ളൂർ രാജൻ എന്ന് പറയും. ഞങ്ങൾക്കവിടെ പോകാൻ തന്നെ മതി. പക്ഷേ ആ കുട്ടി വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചു. എൻ്റെ ആ ഒരു ഇത് ഒരുപക്ഷെ ഒന്ന് നിരന്തര സാധനയിലൂടെ നിരന്തര ഉപാസന അതിനു വേണ്ടി നടത്തിയിട്ടുണ്ടാകും. പക്ഷെ അത് എനിക്ക് കേൾക്കുമ്പോൾ, ആദ്യം ഇത് കേൾക്കുമ്പോൾ ഒരു ആശങ്കയാണെങ്കിൽ, പക്ഷെ പിന്നീട് കേൾക്കുമ്പോൾ ഒരു ആത്മവിശ്വാസം, ഒരു നല്ല ഉന്മേഷവും എനിക്കുണ്ടായി. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിതോപാധിയാണ്. മറ്റെന്ത് പറഞ്ഞാലും അതിൽ തർക്കമില്ല. ഏതായാലും നമ്മുടെ വേദികളെല്ലാം മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഞാൻ ഈ അടുത്തൊരു യൂട്യൂബിൽ ഏതൊരു സംഘടനയ്ക്കെതാറുള്ള ഒരു അനൗൺസ്മെൻറ്റ് മത്സരം എന്നുള്ള രീതിയിൽ അവർ ഒരു പെർഫോമിങ് കണ്ടു. അതിൽ പങ്കെടുത്തവർ എല്ലാവരും അനുകരിക്കുന്നത് രാജാട്ടൻ. ഞാൻ ആദ്യം ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. എല്ലാവരും രാജാട്ടനെ അനുകരിച്ച് രാജാട്ടൻ സ്വീകരിച്ചൊരു വഴിയുണ്ട്, അതിൻ്റെ ഒരു മോഡുലേഷൻ കാര്യം അത് തന്നെയാണ് എല്ലാവരും സ്വീകരിക്കുന്നത്. അപ്പോൾ അനൗൺസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആത്യന്തികമായിട്ട് ഈ ഒരു രീതി തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ പലപ്പോഴും കമ്മിറ്റിക്കാർ നമ്മളൊരു പുതിയൊരു രീതിയിൽ കൊടുത്താലും ആ രീതി പോരാ, രാജേട്ടൻ പറഞ്ഞ രീതിയിൽ വേണം എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ അതിലെന്തെങ്കിലും മാറ്റം വരേണ്ടതില്ലേ?
അല്ല, തീർച്ചയായിട്ടും മാറണം. കാരണം ഒരു അനൗൺസ്മെൻ്റ് ചെയ്യുന്ന ഓരോരാളും ഒന്നും അനുകരിക്കാതെ പോകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരിക്കലും കരിവള്ളൂർ രാജൻ അനൗൺസ്മെൻറ്റിൻ്റെ അവസാന വാക്കല്ല, ആ ശബ്ദകലയുടെ അവസാന വാക്കല്ല. പക്ഷെ ഞാൻ എൻ്റേതായ രീതിയിലൊരു ശൈലി കൊണ്ടുവന്നു. അത് ജനങ്ങൾ മറ്റാരും ആ മേഖലയിൽ തിളങ്ങി നിൽക്കാത്തത് കാരണം ഞാൻ അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ എനിക്കൊരു പേരുണ്ടായി എന്നല്ലാണ്ട് ഇപ്പോൾ തുടങ്ങുന്നവരെല്ലാം, ഈ രംഗത്തേക്ക് കടന്നു വരുന്നവരെല്ലാം ഈ ഒരു ശൈലിയും അതേപോലെ ആ മാറ്ററുകളും പ്രസൻറ്റ് ചെയ്തുകൊണ്ടാണ് കടന്നു വരുന്നത്. അതിന് തീർച്ചയായിട്ടും മാറ്റം വരേണ്ടതായിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് അത് അരോചകമായി അനുഭവപ്പെടുകയും അവർ ഇതിനെ വെറുക്കുകയും ചെയ്യും. തീർച്ചയായും അത് മാറേണ്ടിയിരിക്കുന്നു. എൻ്റെ ശൈലി എനിക്ക് മാറ്റാൻ പറ്റില്ല. വരുന്നവർ അവരെന്ത് സഹായം വേണമെങ്കിലും എന്നോട് എന്താവശ്യപ്പെട്ടാലും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അത് അനുകരണീയമായ ഒരു പ്രതിഭാസമല്ല എന്നുള്ളതാണ്. കാരണം തീർച്ചയായും ശൈലികൾ മാറിക്കൊണ്ടേയിരിക്കും. ഏതായാലും നമ്മുടെ കലോത്സവത്തിലെ പങ്കെടുക്കുന്ന കുട്ടികളായാലും അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാരെല്ലാം ഈ പറഞ്ഞ പോലെ ഈ മേഖലയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരം ആൾക്കാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായും സന്തോഷമുള്ള കാര്യമാണ്. കാരണം അനൗൺസ്മെൻറ്റ് 64 ഭാരതീയ കലകളിൽ അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഞാൻ ഈ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇതിന് വിളിച്ചു പറയലെന്നാണ്. അവിടെ ആരാ വിളിച്ചു പറഞ്ഞത്, ഇവിടെ ആരാ വിളിച്ചു പറഞ്ഞത്, സിനിമ വിളിച്ചു പറയുന്നത് ആര്? ഈ വിളിച്ചു പറയിൽ നിന്ന് അനൗൺസ്മെൻറ്റ് എന്നൊരു കലയിലേക്ക് ഉയർത്തുന്നതിൽ ചെറുതല്ലാത്തൊരു പങ്ക് വഹിക്കാൻ എനിക്ക് നിർണായകമായ പങ്കെയാണ്. അപ്പോൾ അത് അതിനുശേഷം പെരുങ്കളിയാട്ടങ്ങൾ തീരുമാനിക്കാൻ കോലധാരിയെ നിശ്ചയിക്കുന്നത് പോലെ അവിടെ ആരായിരിക്കണം അനൗൺസ്മെൻറ്റ് എന്ന് നേരത്തെ തീരുമാനിക്കുകയും അത് തീരുമാനിച്ചിട്ട് ഇന്നാളെ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ അനൗൺസർ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ വളർച്ച ആ തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായും അത് അഭിമാനകരമാണ്. പക്ഷെ ഉപയോഗിക്കുന്ന വാക്കുകളും പ്രയോഗിക്കുന്ന രീതിയും സൂക്ഷ്മതയോടെ വേണം. അന്യൻ്റെ വാക്കുകൾ കടമെടുത്ത് അത് തന്നെ ചെറുവിതം നടത്തുന്ന രീതി അവസാനിപ്പിക്കണമെന്നാണ് പുതിയ തലമുറ. അല്ല രാജേട്ടാ, അവരെന്തോ പറയുന്നു. രാജേട്ടാ, ഒരു അനൗൺസ്മെൻറ്റ് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ഒരു പീസ് പറയണം. ഒരു പീസ് ഇത്രയും നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു രാജാടുന്നത് എന്തായാലും ആഗ്രഹിക്കും. ഏതെങ്കിലും അനൗൺസ്മെൻറ്റ് ഏതെങ്കിലും ഒരു ചെറിയൊരു ശബ്ദശകലം. തീർച്ചയായും അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്നോട് ആവശ്യപ്പെടുന്നത് എന്താണോ അതാണ് ഞാൻ സാധാരണ ചെയ്തു കൊടുക്കുന്നത്. നിങ്ങൾ ഏതാണ് ആവശ്യപ്പെടുന്നത്? നമുക്ക് ഒരു ഭക്തിസാന്ദ്രമായ ഒരു അനൗൺസ്മെൻറ്റ് ആയിക്കോട്ടെ. ഭക്തിസാന്ദ്രമായ അനൗൺസ്മെൻറ്റ്. ഇപ്പോൾ തെയ്യം ഉറഞ്ഞാടുന്ന ഗ്രാമീണ സംസ്കൃതിയിൽ വിരിഞ്ഞ വർണ്ണമനോഹരങ്ങളായ പൂങ്കുലകളാണ് പുരാവൃത്തങ്ങൾ. സാന്ത്വനമായി വഴികാട്ടിയായി അവ നമ്മുടെ ജീവിതത്തിന് തുണനിന്നു. പുരാവൃത്തങ്ങളിൽ നിന്ന് ഉറഞ്ഞു വന്ന തെയ്യങ്ങൾ നമ്മുടെ നാടിൻ്റെ ആധ്യാത്മിക ഭൗതിക തലങ്ങളിലെ ചാലകശക്തികളായത് അങ്ങനെയാണ്. അരിയെറിഞ്ഞും മഞ്ഞൾക്കുറി നൽകിയും പൈതങ്ങൾക്ക് ഗുണം വരുത്താൻ ഉറഞ്ഞാടുന്ന തെയ്യക്കോലങ്ങളുടെ നടനവിശേഷങ്ങളാൽ സവിശേഷതയാർന്ന കളിയാട്ടക്കളത്തിലേക്ക് നിങ്ങളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏതായാലും ഇങ്ങനെ കാണാനും ഒത്തിരി നേരം സംസാരിക്കാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. ഈ രംഗത്ത് ഒരുപാട് കാലം സാന്നിധ്യമായിരിക്കട്ടെ, ഒരുപാട് ശോഭിക്കട്ടെ. താങ്ക് യു. തീർച്ചയായും കാസർഗോഡ് വിഷൻ്റെ ചാനലിലെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ആശംസകൾ, നവവത്സര ആശംസകൾ. ഇനി ഒരു മാസം കൂടി പിന്നിട്ടാൽ പുതുവർഷം കടന്നെത്തുകയാണ്. നവോദയെ പോലെ എല്ലാവർക്കും സ്നേഹസുരഭിലമായ ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. വിടവാങ്ങട്ടെ.